ഈ കോൺഗ്രസിൻ്റെ ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് വാനലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഏണി വെച്ച് പിടിച്ച് സ്വന്തം കഴുത്തിലേക്ക് ഇട്ടു എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ളൊരു ബോഡി ഷേമിംഗ് പരാമർശം അവർ നടത്തി. ഇത് മാത്രമല്ല, ഈ രോഹിത് ശർമ്മ ഒരു നല്ല പ്ലെയറെ അല്ല, ഒരു നല്ല ക്യാപ്റ്റനെ അല്ല, എന്ത് തടിയാണ് അവർ വിരമിക്കുവാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ ഷമാ മുഹമ്മദ് ഒരു ദിവസം അവരുടെ എക്സ് പേജിൽ ഇവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ട്വീറ്റ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ വക്താവാണ് എന്ന് നോക്കണം. ഇവർ എന്തിനാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നത് എത്ര ആലോചിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ഉപകാരം ഇതിനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യമായിട്ടുള്ളൊരു ചർച്ച, ഇത് രോഹിത് ശർമ്മയ്ക്ക് കുറച്ച് തടി കൂടി പോയത് ഇവരുടെ വലിയൊരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണോ? അതിനെ അവർ ന്യായീകരണമായിട്ട് പറയുന്നത് അമിത വണ്ണത്തിനെതിരെ പ്രധാനമന്ത്രി പോലും ഇപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് എന്നാണ്. എന്തൊരു തമാശയാണെന്ന് നോക്കണം. ഇത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഏറ്റവും വലിയ കോമഡിയും ഇത് തന്നെയാണ്. രോഹിത് ശർമ്മ ഒരു നല്ല പ്ലെയർ അല്ല, ഒരു നല്ല ക്യാപ്റ്റനെ അല്ല എന്നാണ്. ഞാനിത് സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ട് ഏകദേശം 5-8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ഷമാ മുഹമ്മദ് ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇവരെന്തിനാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്നതാണ് ഞാൻ ഏറെ ചിന്തിച്ച് പോകുന്ന ഒരു കാര്യം. കാരണം എനിക്ക് മനസ്സിലായത്, ഈ ഷമാ മുഹമ്മദ് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനൊക്കെ താല്പര്യം കാണിക്കുന്ന ഒന്നായിരുന്നു. മുൻപൊക്കെ ചാനൽ ചർച്ചകളിൽ വന്ന് കോൺഗ്രസിൻ്റെ വക്താവായി നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും പറയും. പക്ഷെ ഇതാരാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഈ ഷമാ മുഹമ്മദിനെ നമ്മൾ പഠിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയും ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും ഷാഫി അവിടെ മത്സരിക്കാൻ എത്തുകയും ചെയ്യുമ്പോൾ ഇവർ ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയൊരു ഒരു ബൈറ്റുണ്ട്. ആ ബൈറ്റിൽ അവർ പറയുന്നത്, ഒരു വനിതയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം. ഒരു വനിത എന്ന് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരുപാട് വനിതകളുണ്ട്. പിന്നീട് അവർ പറയുന്നത്, എൻ്റെ ഉമ്മയുടെ വീട് കണ്ണൂരാണ്, എനിക്ക് കണ്ണൂരുമായിട്ട് ബന്ധമുള്ള ആളാണ്, ഞാൻ കണ്ണൂർക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് തറയിൽ നിന്ന് മണ്ണിൽ ചവിട്ടി പണിയെടുക്കാത്ത ആളുകൾ ഈ പുതിയ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വരിക, വിജയിച്ച് വരിക എന്നതൊക്കെ പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബാലികേറ മലയാണ്, അതൊരു വലിയ പ്രശ്നവും തന്നെയാണ്. ഈ ഒരു സമയത്താണ് ഷമാ മുഹമ്മദ് ഇങ്ങനെ രംഗത്ത് വരുന്നത്. അപ്പോഴാണ് ഷമാ മുഹമ്മദിനോട് ആരൊക്കെയോ പറയുന്നത്, കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം, പണിയെടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നേതൃതലത്തിലേക്കും അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്കുമൊക്കെ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ ഏതെങ്കിലും ഒരു ഉപദേശം കേട്ടുകൊണ്ടായിരിക്കണം. മുൻപ് ഒരു കോൺഗ്രസിൻ്റെ മാർച്ച് ഇവർ നയിക്കുകയാണ്. അങ്ങനെ ജലപീരങ്കി പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നുണ്ട്. അവിടെ അക്രമാസക്തമായ സംഭവങ്ങളൊന്നുമില്ല. ആ സമയത്താണ് ഈ ഷമാ മുഹമ്മദ് മുന്നിലേക്ക് വന്നുകൊണ്ട് ജലപീരങ്കിയുടെ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ ജലപീരങ്കിയൊക്കെ നനഞ്ഞ് അവരിങ്ങനെ കയറി നിൽക്കുന്നൊരു ചിത്രം അതിന് ശേഷം പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരേതെങ്കിലും തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കാനും വാർത്തകളിൽ വരാനും ഒക്കെ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിടക്കിടക്ക് പറയുന്ന കാര്യം തന്നെ, അന്ന് ഏഷ്യാനെറ്റിന് കൊടുത്ത ആ ഒരു ബൈറ്റിൽ തന്നെ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി TV ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദമുയർത്തുന്നു. അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അവർ പറഞ്ഞത്. പിന്നീടാണ് അവരോട് ആരോ പറഞ്ഞിട്ടുണ്ടാവുക, അത് പോരാ, കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥിയാകാനും മത്സരിക്കാനും ജനപ്രതിനിധിയാകാനും ജനപിന്തുണ വേണമെന്ന് അവരോട് മറ്റാരോ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഏതായിരുന്നാലും അവരിപ്പോൾ നടത്തിയ ഈ ഒരു ട്വീറ്റിൻ്റെ പിറകിലും ഇതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വാർത്തയിലേക്ക് ശ്രദ്ധയിലേക്ക് വരിക, പക്ഷേ കാര്യം കൈവിട്ടുപോയി, അത് കൈവിട്ട കളിയായിപ്പോയി. BJP അത് രാജ്യദ്രോഹ കുറ്റമാക്കുന്നു, ബോഡി ഷെയ്മിംഗ് ആക്കുന്നു. രാജ്യത്തിനെ പ്രതിനിധീകരിച്ച് രാജ്യാന്തര തലങ്ങളിൽ മത്സരിക്കുന്ന ഇന്ത്യയുടെ കായിക താരങ്ങളുടെ മനോവീര്യം തകർക്കുന്ന ഒരു പ്രവണതയായി ഇവരുടെ ഈ ഒരു പ്രസ്താവന മാറി എന്നതൊക്കെ മുന്നോട്ട് വെക്കുന്നു. ക്ഷമ വീണ്ടും പെടുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതൃത്വം നിർബന്ധിച്ച് ഇടപെട്ടുകൊണ്ട് ആ ട്വീറ്റുകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി. ഇങ്ങനെ ക്ഷമയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയില്ലാത്തൊരു പരിപാടി നടത്തിയതിൽ പെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ക്ഷമ എന്നത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഏറ്റവും രസകരമായി ഞാനിന്ന് രാവിലെ വായിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ കേരളത്തിൽ 2 പേര് വളരെ എടുത്തു പറയേണ്ട 2-3 പേര്, പ്രത്യേകിച്ച് CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഒന്ന് MM മണി ആശാൻ, 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടി ആശാൻ, മറ്റൊന്ന്
മറ്റൊരു MLA ആയിട്ടുള്ള പ്രശാന്ത് എന്നുള്ളവരാണ്. ഇവർ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള മത്സരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഫേസ്ബുക്കിൽ പരസ്പരം കമൻറ്റ് ചെയ്യും. ഇന്ന് ഞങ്ങൾ സിക്സർ അടിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ സെഞ്ചുറി അടിക്കും, ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ തമാശ. ഇതിനെ ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കും. അത് കേരളത്തിൽ ചർച്ചയാകും. എനിക്ക് തോന്നുന്നത് ഷമാ മുഹമ്മദ് ഇവരെ ശിവൻകുട്ടിയെയൊക്കെ അനുകരിച്ചതാണോ, മണിയാശാനെയൊക്കെ അനുകരിച്ചതാണോ എന്നാണ്. പക്ഷേ കാര്യം കൈവിട്ടുപോയി. എനിക്കെല്ലാം അറിയാം, എല്ലാ വിഷയത്തിലും ഞാൻ അഗ്രസീവാണ്, എല്ലാ വിഷയത്തിലും ഞാൻ അറിവുള്ളവരാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ അവർ അതിനും ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഞാൻ ജൂഡോ കളിക്കാറുണ്ട്, എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആ ക്രിക്കറ്റിൻ്റെ അവർ അങ്ങനെ വിലയിരുത്താറൊക്കെ ഉണ്ട്. പക്ഷേ അത് കേൾക്കുന്ന ആളുകൾക്ക് എന്തോ സംതിങ് അത്രമാത്രമേ ഇതിൽ പറയാൻ. ഏതായിരുന്നാലും ഷമയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയ്ക്ക് എന്ത് പോസ്റ്റ് നടത്താം. ഈ പോസ്റ്റ് നടത്തിയതിന് ശേഷം, ട്വീറ്റ് ചെയ്തതിന് ശേഷം അവരാദ്യം ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്ഷമയെ നമ്മൾ ഈ വിഷയം പറയാൻ പോലും എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ക്ഷമ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വക്താവാണ്, അതും ദേശീയ വക്താവാണ്. ദേശീയ വക്താവ് ദേശീയമായിട്ട് ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് കോൺഗ്രസിനെ കൂടി ബാധിക്കുമെന്നതുകൊണ്ടാണ് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ഏണി വെച്ച് കൊടുക്കുന്ന ഏർപ്പാട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയം കുട്ടിക്കളിയല്ല, അത് വളരെയധികം ഗൗരവമുള്ള ഒന്നാണ്.